നൂറുകണക്കിന് ഫർണിച്ചർ വ്യാപാര സ്ഥാപനങ്ങൾ നിലനിൽക്കുന്ന ഒരിടമാണ് എറണാകുളം ജില്ലയിലെ നെല്ലിക്കുഴി. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു നാടാണ്. റോഡിന് ഇരുവശങ്ങളിലുമായി ഒട്ടനവധി സ്ഥാപനങ്ങൾ ആ തരത്തിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ ഇന്നലെ ഫുമ സംഘടിപ്പിച്ച ഫിഫെക്സ് 2025 6th എഡിഷനിൽ ഒരു മൈക്രോ സ്റ്റോൾ അവാർഡ്, ബെസ്റ്റ് മൈക്രോ സ്റ്റോൾ അവാർഡ് എന്നൊരു കാറ്റഗറിയിൽ പുരസ്കാരം ലഭിച്ചത് നെല്ലിക്കുഴിയിൽ നിന്നും എത്തിയിരിക്കുന്ന മർഹബ സ്റ്റോളിനാണ്. കൺഗ്രാറ്റുലേഷൻസ്, അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു നൂറുകണക്കിന് സ്ഥാപനങ്ങളാണ് നെല്ലിക്കുഴിയിലുള്ളത്. അപ്പൊ അവിടെ നിന്നും ഒരുപാട് ആളുകളെ എക്സ്പോയിലേക്ക് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ മേഖല കൂടുതൽ വളരണമെന്നുള്ളതും രാജ്യാന്തര തലത്തിലേക്ക് അവിടെയുള്ള ഫർണിച്ചർ വ്യാപാരികളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കണം, ഈ ഒരു വലിയ ലക്ഷ്യമാണ് ഫുമ ഈ പുരസ്കാരം മർഹബയ്ക്ക് നൽകിയതിലൂടെയും ഒക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പൊ ഇനിയും ഇത്തരത്തിലുള്ള പങ്കാളിത്തം നെല്ലിക്കുഴിക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? പ്രതീക്ഷിക്കാം, തീർച്ചയായും പ്രതീക്ഷിക്കാം. അപ്പൊ അവിടെയുള്ള ആളുകളെ ഇനി കൂടുതൽ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ അടുത്ത എഡിഷനിൽ ഉണ്ടാകും. സ്റ്റോളുകളുടെ എണ്ണത്തിലും വിസ്തൃതിയിലും മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെ? ഇവിടെ വന്നതിന് ശേഷമുള്ള ഇപ്പൊ 3 ദിവസങ്ങളായിട്ട് നമ്മൾ ഇതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ എക്സ്പോയിൽ വന്നതിന് ശേഷം ബിസിനസ്സിൽ എന്തൊക്കെയാണ് ഗുണപ്രദമായിട്ടുള്ളത്? വളരെ നല്ല മാറ്റങ്ങളുണ്ട്. ഒരുപാട് കസ്റ്റമേഴ്സിനെ കാണാൻ പറ്റി, ഒരുപാട് ഓർഡറുകൾ കാര്യങ്ങളൊക്കെ ലഭിച്ചു. പിന്നെ നമ്മുടെ ക്വാളിറ്റി എല്ലാവർക്കും മുമ്പിൽ കാണിക്കാൻ പറ്റി. നെല്ലിക്കുഴിക്കെതിരെ പൊതുവെ ആളുകൾ പലതും പറഞ്ഞ് പരത്തിയിരുന്നു. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നമുക്കിപ്പോൾ ഒരു അവാർഡ് കിട്ടിയതോടുകൂടി മറ്റു സ്റ്റാളുകളിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റി. അതിൽ വലിയ സന്തോഷമുണ്ട്. അവാർഡ് നേടിയതിലും വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ചും ഫുമ എന്ന സംഘടന, അതിന്റെ പ്രസിഡന്റ് ആയിക്കോട്ടെ, ഭരണസമിതിയിലെ മറ്റംഗങ്ങളായിക്കോട്ടെ, എല്ലാവരും ആഗ്രഹിക്കുന്നത് ഫർണിച്ചർ വ്യാപാര രംഗത്തെ ലോകോത്തര തലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ടവരല്ല ഈ നെല്ലിക്കുഴിക്കാരും അവിടെയുള്ള ഫർണിച്ചർ വ്യാപാരികളും. ലോകത്തിന്റെ മാതൃകയായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കൊണ്ടുവരികയാണ് ഫിഫെക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഫുമ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സംഘടനാ ഭാരവാഹികളെ ഈ ഒരു പ്രവർത്തനത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ അഭിനന്ദനം അറിയിക്കുന്നതാണ്. ഞങ്ങൾ അതിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ നെല്ലിക്കുഴി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഉയർന്നു വരുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ഫിമ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്കിപ്പോ ഈ സ്റ്റാളുകളൊക്കെ ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റുന്നത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ. അപ്പൊ അതിന്റെ കാരണവും ഫിമയുടെ ഇത്തവണത്തുള്ള ഇടപെടലും മൂലമാണ്. പിന്നെ അവിടുത്തെ നേതൃത്വമാണെങ്കിലും ഇതിനുവേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ സന്തോഷമുണ്ട്. പിന്നെ അടുത്ത വർഷങ്ങളിൽ നമുക്ക് സ്ഥിരമായിട്ട് കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാകട്ടെ അല്ലെ? ഒരു വലിയ ഏരിയയിൽ നെല്ലിക്കുഴിക്ക് വേണ്ടി മാത്രമായ ഒരു ഏരിയ എക്സ്പോയിൽ കാണാനുള്ള അവസരം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ് സർ. എക്സിബിഷനിൽ ഒരുപാട് സ്റ്റാളുകളുണ്ട്. നെല്ലിക്കുഴിയുടേതായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന പല സ്റ്റാളുകളുണ്ട്. അതിനകത്ത് ഈ സ്റ്റാളിനകത്തുള്ള പ്രൊഡക്ഷൻ ഒന്നാന്തരം തേക്കിനകത്ത് വളരെ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്ത പ്രൊഡക്റ്റ്, ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ. ഇത് തന്നെയാണ് നെല്ലിക്കുഴിക്ക് ഇന്നലെ വരെ ഇല്ലാതിരുന്നത്. ഇങ്ങനെ പ്രൊഡക്ഷൻ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ വലിയ കമ്പനികളെ പോലും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത നിങ്ങൾ പ്രയോജിച്ചില്ല. പക്ഷേ അതിൻ്റെ തുടക്കം ഇന്ന് കുറിക്കാനായിട്ട് പറ്റിയെന്ന് പറയുന്നത് സംഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അതിന് നിങ്ങളെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഇത് നല്ലൊരു തുടക്കമായിട്ട് മാറട്ടെ. ഇത് നമ്മുടെ ഫർണിച്ചർ ഇൻഡസ്ട്രിക്ക് നേട്ടം വരത്തക്ക രീതിയിലുള്ള ഒരു സെൻ്ററായിട്ട്, എല്ലാം അറിയപ്പെടുന്ന ഒരു സെൻ്ററായിട്ട് നെല്ലിക്കുഴി വന്നിട്ടുണ്ടെങ്കിലും നല്ല പ്രൊഡക്റ്റിൻ്റെ നല്ല കേന്ദ്രമായിട്ട് നെല്ലിക്കുഴിയെ മാറ്റാനുള്ളൊരു തുടക്കമാണ് നിങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. അതിന് സർവേശ്വരൻ്റെ മുഴുവൻ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് കാണുന്നു. താങ്ക് യു സാർ.